ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്കു വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുവാനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ജനകനെ പോലെയുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു. തന്മൂലം അവർക്ക് വൈദിക വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും ഇല്ലായിരുന്നു. എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു. ശ്ലോകം 21. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തുതന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. പ്രായോഗികമായി നല്ല പ്രവൃത്തികളാൽ സമൂഹത്തെ ഉദ്ബുദ്ധരാക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. ശ്ലോകം 22. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. അല്ലയോ പാർത്ഥ, എനിക്ക് ത്രിലോകങ്ങളിലും ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ഒന്നും തന്നെയില്ല. നേടാത്ത യാതൊന്നും ഇനി നേടേണ്ടതായുമില്ല. എങ്കിലും ഞാൻ കർമ്മരംഗത്തു തന്നെ വർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവനു മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. മഹാന്മാരെ അനുകരിക്കുന്ന ശീലം മനുഷ്യർക്കുള്ളതുകൊണ്ടാണ് ഭഗവാൻ സദാ കർമ്മനിരതനായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഭഗവാനെ നേടേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ശ്ലോകം 23. യദിഹ്യഹം ന വർത്തേയം ജ്ഞാതു കർമ്മണ്യതന്ത്രിതഃ മമ വർമാനുവർത്തന്തി മനുഷ്യാ പാർത്ഥ സർവശഃ. യദിഹ്യഹം ന വർത്തേയം ജ്ഞാതു കർമ്മണ്യതന്ത്രിതഃ മമ വർമാനുവർത്തന്തി മനുഷ്യാ പാർത്ഥ സർവശഃ.
എന്തുകൊണ്ടെന്നാൽ ഞാൻ എപ്പോഴെങ്കിലും ജാഗ്രതയോടെ കർമ്മരംഗത്ത് വർത്തിക്കാതിരുന്നാൽ, ഹേ പാർത്ഥ, ആളുകൾ എല്ലാവിധത്തിലും എൻ്റെ മാർഗം പിന്തുടരാനിടയാകും. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യാതിരുന്നുവെങ്കിൽ ജനങ്ങൾ ആ മാർഗത്തെ പിന്തുടരും എന്നുള്ളതുകൊണ്ടാണ് ഭഗവാൻ സദാ കർമ്മരംഗത്ത് വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മതപരങ്ങളായ എല്ലാ ആചാരങ്ങളെയും നല്ലൊരു ഗൃഹസ്ഥനെന്ന നിലയിൽ ഗൃഹത്തിലും പുറത്തും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഷ്ഠിച്ചിരുന്നുവെന്ന് ഭാഗവതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഹരി ഓം.